കഴിഞ്ഞ UDF യോഗത്തിൻ്റെ തീരുമാനമനുസരിച്ച് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിലുള്ള കോൺക്ലേവുകൾ ഓഗസ്റ്റ് മാസം UDF സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഒന്ന് നാളെ ഓഗസ്റ്റ് 2-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് ഹയർ എഡ്യൂക്കേഷൻ കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. രണ്ടാമത്തേത് UDF തന്നെ നിയോഗിച്ച ഹെൽത്ത് കമ്മീഷൻ്റെ നേതൃത്വത്തിൽ ഹെൽത്ത് കോൺക്ലേവ് ഓഗസ്റ്റ് 22-ാം തീയതി തിരുവനന്തപുരത്ത് നടക്കും. നാളെ നടക്കുന്ന ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവിൽ വിദ്യാഭ്യാസ വിചക്ഷണന്മാരും അക്കാഡമിക് രംഗത്തെ പ്രമുഖരും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ, മുൻ വൈസ് ചാൻസലർമാരുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ പങ്കെടുക്കും. ഈ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം തകർച്ചയെ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ആ തകർച്ചയ്ക്ക് കാരണമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ഗൗരവതരമായ ചർച്ചയാണ് നടത്തുന്നത്. ഒന്ന്, കേരളത്തിൽ നിന്നും പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ പലായനം, ആ പലായനത്തിൻ്റെ കാരണങ്ങൾ, വലിയ വൻതോതിലുള്ള പലായനം നടക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ പ്രധാനപ്പെട്ട കോഴ്സുകളിൽ കുട്ടികൾ പഠിക്കാനില്ല. പല ഗവൺമെൻറ് കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലും ഇല്ല. പല എഞ്ചിനീയറിംഗ് കോളേജുകളും പൂട്ടിപ്പോകുന്നൊരവസ്ഥ സംസ്ഥാനത്തുണ്ടായിരിക്കുന്നു. ഈ വിദ്യാർത്ഥികളിലെ വലിയൊരു വിഭാഗം വിദേശ രാജ്യങ്ങളിലേക്കുള്ള പഠനത്തിന് പോവുകയാണ്. ആ പലായനത്തിന് ഉള്ള കാരണം എന്താണ് എന്ന് അന്വേഷിക്കുകയും അത് പരിഹരിക്കാൻ ഉള്ള മാർഗങ്ങൾ തേടുകയും ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള അക്കാഡമിക് കോഴ്സുകൾ എങ്ങനെയാണ് ആരംഭിക്കേണ്ടത്, അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ടത്. ഇപ്പോൾ നിലവിൽ ഗവർണറും സർവകലാശാലകളുടെ ചാൻസലറായ ഗവർണറും വൈസ് ചാൻസലർമാരും സിൻഡിക്കേറ്റും ഒക്കെ തമ്മിൽ നടക്കുന്ന, ഗവൺമെൻറ്റും എല്ലാം തമ്മിൽ നടക്കുന്ന സംഘർഷം, അതിനൊരു പരിഹാരം ഉണ്ടാകണം. കാരണം ഈ സംഘർഷത്തിൻ്റെ ഇരകൾ തടവിലാക്കപ്പെടുന്നത് സർവകലാശാലകളും അവിടെയുള്ള വിദ്യാർത്ഥികളുമാണ്. അതിനകത്ത് പിന്നെ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതികളെ സംബന്ധിച്ച് ഒരു ജനാധിപത്യ വിരുദ്ധമായ ക്യാമ്പസുകൾ എങ്ങനെയാണ് നടക്കുന്നത്, ഈ വിഷയങ്ങളെക്കുറിച്ചെല്ലാം വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യുകയും ഇതിനെല്ലാം പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് UDF തയ്യാറാക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഗവൺമെൻറ്റിനെ എക്സ്പോസ് ചെയ്യും, സംശയമൊന്നും വേണ്ട. ഗവൺമെൻറ് ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾ ചെയ്യും. അതിനേക്കാൾ പ്രധാനം ഇതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രതിപക്ഷം മുൻകൈയെടുത്ത് ഏറ്റവും ഗൗരവതരമായി ജനങ്ങളെ ബാധിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഉന്നത വിദ്യാഭ്യാസവും അതുപോലെ ആരോഗ്യരംഗവും എടുത്തുകൊണ്ട് ഇങ്ങനെയൊരു കോൺക്ലേവ് നടത്തി